നമസ്കാരം. IPL പുതിയ പതിപ്പിന്റെ കിരീടാവകാശികൾ ആരെന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ടോസിന്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു. ടോസ് വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ ആരാണ് പുതിയ ചാമ്പ്യന്മാർ എന്നതിൽ വലിയ കൗതുകമുണ്ട്. ഇന്നേ വരെ കപ്പ് നേടിയിട്ടില്ലാത്ത രണ്ട് ടീമുകൾ തമ്മിലാണ് കലാശ പോരാട്ടം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും പ്രഥമ സീസൺ മുതൽ കളിക്കുന്നവരെങ്കിലും ഇന്നേ വരെ കപ്പെടുത്തിട്ടില്ലെന്ന ആ വലിയ നാണക്കേട്, പരിഹാസങ്ങൾ, ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രണ്ട് ടീമുകളിൽ ഒന്നിനെന്നൊരു മോചനം കിട്ടും. മറ്റേ ടീമിന്റെ കാത്തിരിപ്പ് 19ാം സീസണിലേക്ക് നീളുകയും ചെയ്യും. ആരായിരിക്കും പുതിയ കിരീടാവകാശികൾ? പഞ്ചാബോ അതോ ബംഗളൂരുവോ? അതിനുത്തരം കിട്ടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ടോസിന്റെ സമയമായിരിക്കുന്നു. ടോസ് വീണ് കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബിനാണ് ടോസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചൂസ് ടു ബൗൾ പ്രതീക്ഷിച്ച തീരുമാനം തന്നെയാണ്. ശ്രേയസ് അയ്യർ ക്വാളിഫയർ രണ്ടാമിൽ കണ്ടതുപോലെ തന്നെ ബൗളിംഗ് തെരഞ്ഞെടുക്കാൻ അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചാബിനാണ് ബൗളിംഗ് ലഭിച്ചിരിക്കുന്നത്. RCB ആദ്യം ബാറ്റ് ചെയ്യും എന്നുള്ള നിർണായക വിവരമാണ് വന്നിരിക്കുന്നത്. ഈ സീസണിൽ അഹമ്മദാബാദിൽ 8 മത്സരങ്ങൾ നടന്നതിൽ 7ലും ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചിരുന്നതാണ്. അങ്ങനെ ടോസിന്റെ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് പഞ്ചാബിനാണ്. അത് കിരീടമാക്കി മാറ്റിയെടുക്കാൻ പഞ്ചാബിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് മൂർത്തി ചേർന്നു. മനീഷ, എന്തായാലും അങ്ങനെ ടോസ് ഭാഗ്യം പഞ്ചാബിന്. പക്ഷേ RCBക്ക് വലിയൊരു സ്കോർ പടുത്തുയർത്താനായാൽ ഒരുപക്ഷെ ഈ ടോസിന്റെ ഈ ആനുകൂല്യം കിട്ടാത്തൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അനിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് എന്നുള്ളത്. അതായത് ബാറ്റർമാർക്ക് കൃത്യമായ അർത്ഥത്തിൽ മേൽക്കൈ നൽകുന്ന ഒരു ഗ്രൗണ്ടാണ് അഹമ്മദാബാദിലേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബ് ഇപ്പോൾ ടോസിന്റെ ഭാഗ്യം അവർ ബാറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്കൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും RCBക്ക് ഒരു മുൻതൂക്കം, ഈ അഹമ്മദാബാദിലെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട RCBക്ക് ഒരു മുൻതൂക്കമുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം 6 കളികളിൽ അവർ 3 കളികൾ ജയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ടോട്ടൽ, അതായത് 43 കളികളാണ് ഈ സ്റ്റേഡിയത്തിൽ ആകെ നടന്നിരിക്കുന്നത്. അതിൽ 21 മാച്ചുകളിൽ ആദ്യം ബാറ്റ് ചെയ്ത ആളുകൾ വിജയിച്ചിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ബാറ്റ് ചെയ്ത ആളുകൾ വിജയിച്ചിരിക്കുന്നു. ടീമുകൾ വിജയിച്ചിരിക്കുന്നു 22 കളികളിലാണ്. അപ്പോൾ സെക്കൻഡ് ബാറ്റിങ്ങിന് ഒരു കളിയുടെ മുൻതൂക്കം അവിടെയുണ്ട്. ഒരുപക്ഷെ നമ്മൾ മുൻപ് കണ്ടിരുന്നത് പോലെ തന്നെ ബാറ്റിങ്ങിൽ ഒരു വലിയ നേട്ടം ഒരുപക്ഷെ ഈ ഒരു സീസണിൽ നമുക്ക് RCBയിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ചേസിംഗിൽ ഒരുപക്ഷെ RCBക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ആവേശ പോര് തന്നെയാണ്. IPL ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ടീമുകൾ എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഫൈനലിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷിക്കാത്ത ടീമുകൾ പഞ്ചാബും അതുപോലെ തന്നെ RCBയും ഫൈനലിലേക്ക് എത്തുന്നു.